നന്ദികേശൻ ശിവഭഗവാന്റെ പ്രിയപ്പെട്ട കാള. പണ്ടുകാലത്ത് ഭൂമിയിൽ ശിലാദൻ എന്നൊരു മഹർഷി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ലോകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഒരു കുറവ് അദ്ദേഹത്തെ അലട്ടിയിരുന്നു: ഒരു പുത്രനില്ലാത്ത ദുഃഖം. തനിക്ക് മരണമില്ലാത്ത ദിവ്യനായ ഒരു പുത്രനെ വേണമെന്ന് ശിലാദ മഹർഷി അതിയായി ആഗ്രഹിച്ചു. ഇതിനായി അദ്ദേഹം കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. വർഷങ്ങളോളം നീണ്ട ആ തപസ്സിൽ ഭഗവാൻ ശിവൻ സന്തുഷ്ടനായി. ഒരു ദിവസം ശിവഭഗവാൻ ശിലാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: മഹർഷി, അങ്ങയുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്. അങ്ങേക്ക് മരണമില്ലാത്തൊരു പുത്രനെ ലഭിക്കും. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ ശിലാദ മഹർഷി ഒരു യാഗം നടത്തി. യാഗത്തിന്റെ ഹോമകുണ്ടത്തിൽ നിന്ന് 4 തോളുകളോട് കൂടിയ അതിസുന്ദരനും ദിവ്യനുമായ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു. മഹർഷിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കുട്ടിക്ക് നന്ദി എന്ന് പേരിട്ടു. നന്ദി അതിവേഗം വളർന്നു. അവന്റെ അറിവും വിവേകവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എന്നാൽ ഒരു ദിവസം മിത്രൻ, വരുണൻ എന്നീ 2 മുനിമാർ ശിലാദ മഹർഷിയുടെ ആശ്രമത്തിൽ അതിഥികളായി എത്തി. അവർ നന്ദിയെ കണ്ടപ്പോൾ ദുഃഖിതരായി. മഹർഷി, നിങ്ങളുടെ പുത്രന് ആയുസ് കുറവാണ്, 1 വർഷം മാത്രം, അവർ പറഞ്ഞു. ഈ വാക്കുകൾ ശിലാദ മഹർഷിയുടെ ഹൃദയത്തെ തകർത്തു. നന്ദിക്കും തന്റെ വിധി മനസ്സിലായി. എന്നാൽ അവൻ ദുഃഖിച്ചിരുന്നില്ല. തന്റെ അച്ഛന്റെ ദുഃഖം മാറ്റാനും മരണമില്ലാത്തവനാകാനുമായി നന്ദി ഭുവന നദിയുടെ തീരത്തേക്ക് പോയി. അവിടെ വെച്ച് അവൻ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കഠിനമായ തപസ്സനുഷ്ഠിച്ചു. നന്ദിയുടെ അചഞ്ചലമായ ഭക്തിയിൽ ശിവഭഗവാൻ വീണ്ടും പ്രത്യക്ഷനായി. നന്ദി, നിന്റെ ഭക്തി എന്നെ അതിശയിപ്പിക്കുന്നു. ഞാൻ നിന്നെ മരണമില്ലാത്തവനായി അനുഗ്രഹിക്കുന്നു. നിനക്ക് ഇനി മരണഭയമില്ല. തുടർന്ന് ശിവഭഗവാൻ നന്ദിയുടെ കഴുത്തിൽ ഒരു മയിൽപ്പീലിയും മനോഹരമായ ഒരു മണിയും കെട്ടി. അതിനുശേഷം ശിവഭഗവാൻ പറഞ്ഞു: നന്ദി, നീ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും എന്റെ ഗണങ്ങളുടെയെല്ലാം തലവനുമായിരിക്കും. എന്റെ വാഹനം നീയായിരിക്കും. ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചതോടെ നന്ദി തന്റെ ശരീരം ഒരു കാളയുടെ രൂപത്തിലേക്ക് മാറ്റി. അങ്ങനെ ശിവഭഗവാന്റെ പ്രിയപ്പെട്ട വാഹനവും കൈലാസത്തിന്റെ കാവൽക്കാരനും ധർമ്മത്തിന്റെ പ്രതീകവുമായി നന്ദികേശൻ മാറി. അതുകൊണ്ടാണ് ഇന്നും ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തിന് മുന്നിൽ ഭക്തിയോടെ കാത്തിരിക്കുന്ന നന്ദിയുടെ പ്രതിമ കാണാൻ കഴിയുന്നത്. ഭഗവാൻ ധ്യാനത്തിൽ നിന്ന് ഉണരുമ്പോൾ ആദ്യം നന്ദിയെ ആയിരിക്കും ദർശനം ലഭിക്കുന്നത് എന്നാണ് വിശ്വാസം. അതുപോലെ കൈലാസത്തിൽ ഭഗവാനെ കാണാൻ ആര് വന്നാലും ആദ്യം നന്ദിയുടെ അനുവാദം വാങ്ങണം.